ലൈംഗിക പീഡന ഭ്രൂണഹത്യാ കേസിൽ മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. ബലാത്സംഗ കേസ് നിലനിൽക്കില്ലെന്നും പരാതി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്നും ഹർജിയിൽ പറയുന്നു. മുൻകൂർ ജാമ്യ ഹർജിയുടെ പകർപ്പ് 24-ന് ലഭിച്ചു. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, മുൻകൂർ ജാമ്യാപേക്ഷയുടെ ഉള്ളടക്കം, ഒപ്പം തന്നെ ഇത് കോടതി നാളെ പരിഗണിക്കാനുള്ള സാധ്യതയാണോ കാണുന്നത്? വിഷ്ണു, നാളെ പരിഗണിക്കാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത്. രാഹുലിന്റെ അഭിഭാഷകൻ എസ് രാജുവുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് നാളെയാണ് കൂടുതൽ സാധ്യത എന്നാണ്. പ്രധാനമായും പറയുന്ന 16 കാര്യങ്ങളാണ് പ്രയറായി രാഹുൽ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. നേരത്തെ സെഷൻസ് കോടതിയിൽ നൽകിയ ജാമ്യ ഹർജി അതിന് സമാനം തന്നെയാണ് ഇപ്പോഴും നൽകിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ: ഒന്ന്, ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് ഈ പരാതി എന്ന് രാഹുൽ വ്യക്തമാക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് വന്ന പശ്ചാത്തലത്തിൽ ചർച്ചയാക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഇപ്പോൾ ഈ പരാതി വന്നിരിക്കുന്നത്. മറ്റൊന്ന്, ഈ പരാതിക്കാരിയും താനും തമ്മിലുള്ളൊരു ഓഡിയോ ക്ലിപ്പ് അത് സമൂഹ മാധ്യമത്തിൽ പ്രചരിച്ചു. ആ ഓഡിയോ ക്ലിപ്പ് ഏതെങ്കിലും തരത്തിൽ താനാണ് പുറത്തുവിട്ടത് എന്നൊരു തെറ്റിദ്ധാരണയുടെ മൂലമാണ് പരാതിക്കാരി തനിക്കെതിരെ രംഗത്ത് വന്നതെന്ന് രാഹുൽ പറയുന്നുണ്ട്. ഒപ്പം ഇതിൽ കസ്റ്റോഡിയൽ ഇൻട്രോഗേഷന്റെ ആവശ്യമില്ല എന്നും അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കാമെന്ന് രാഹുൽ വ്യക്തമാക്കുന്നു. അതായത് ഒരു അറസ്റ്റ് തടയണം എന്നുള്ളതാണ് രാഹുലിന്റെ ആവശ്യം. താൻ പൂർണ്ണമായും പോലീസ് ഉന്നയിക്കുന്ന ആരോപണങ്ങളെല്ലാം നിരപരാധിയാണ്, ഇത് കെട്ടിച്ചമച്ചൊരു പരാതിയാണ്, താൻ്റെ ഒരു രാഷ്ട്രീയ നേതാവായതുകൊണ്ട് തന്നെ രാഷ്ട്രീയ കരിയർ തകർക്കുക എന്ന ലക്ഷ്യത്തിൽ മാത്രം മുന്നോട്ട് പോകുന്ന ഒരു അന്വേഷണമാണെന്ന് രാഹുൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. രാഹുലിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം ഒരു നോട്ട് അറസ്റ്റ് ലഭിക്കുക എന്നുള്ളതാണ്. രാഹുലിനെ പിടികൂടാൻ വേണ്ടി പ്രത്യേക രാഹുൽ 9ാം ദിവസവും ഒളിവിൽ തുടരുകയാണ്. അങ്ങനെയെങ്കിൽ നാളത്തെ ദിനം രാഹുൽ മാങ്കൂട്ടത്തിന് നിർണായകമായി മാറും. മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി നാളെ പരിഗണിക്കും എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. നാളെ പരിഗണിച്ചേക്കും എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വിഷ്ണു സുരേഷ് അതിന്റെ വിശദാംശങ്ങൾ കൊച്ചിയിൽ നിന്ന് പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.